ഈ അമ്മമാർ വയ്യാതെ കിടന്നു പോയാൽ മക്കളുടെ കാര്യം കുറച്ചൊന്നുമല്ലല്ലേ അബദ്ധാവുക. എനിക്ക് തൊണ്ടവേദന, അതേപോലെ ജലദോഷം പിടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ജലദോഷവും തല പൊങ്ങാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, ഹോട്ടലിൽ നിന്നാക്കാം ഫുഡ്. എനിക്കൊട്ടും വയ്യ. അപ്പോൾ രാവിലെ ആ ഹോട്ടലിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു അവർക്ക് ഒരു ചോറ് മേടിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ എൻ്റെ മോന് നമ്മുടെ വമ്പയർ എന്നാണ് ഞങ്ങൾ പറയുക, നിങ്ങൾ വൻപയർ എന്നോ എന്താ പറയാന്നുള്ള, ഏത് നാട്ടിലേക്ക് എങ്ങനെയാണ് പറയാന്നുള്ള അറിയില്ല. അപ്പം അത് മുളപ്പിച്ച് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ട് 2 ദിവസമായി. അപ്പം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടി അത് വെച്ച് കൊടുത്തിട്ടില്ല, നാശമായി പോകുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് ചോറും അതും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോഴേക്ക് അടുത്തമ്മ ആക്ക് കടുമാങ്ങ വേണമെന്ന് പറഞ്ഞു. തല പൊങ്ങുന്നേ ഇല്ല. അപ്പം ഞാൻ ഓളുടെ ആഗ്രഹമല്ലേ, അത് അങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കാന്ന് കരുതി. അപ്പോൾ ചിക്കനും മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് പോകുന്ന ചില സ്ത്രീകളുണ്ടല്ലോ, അവരെ സമ്മതിക്കണം കേട്ടോ. ഈ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഇത് ആരോടാ പറയുക? ഇത് ഞാൻ സുഖമില്ലാതെ കിടക്കാന്നുണ്ടാകും. എന്നെ അങ്ങനെ സ്വൈര്യക്കേടാക്കുന്ന പോലൊന്നും അല്ല കേട്ടോ. എന്നെ നല്ലോണം നോക്കും. ചായട്ടോ എന്തെങ്കിലും വാങ്ങിയൊക്കെ തന്ന് നല്ല. എന്തിന് ഒരിക്കൽ എനിക്ക് തല പൊങ്ങാതിരുന്നിട്ട് ഇവിടെ സ്വപ്ന ഡോക്ടറുണ്ട്, ഡോക്ടറെ അടുത്ത് പോയിട്ട് അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് എഴുതിപ്പിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളികയും മേടിച്ച് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വയ്യാത്ത സമയത്താണല്ലോ പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവുക. അപ്പോൾ രണ്ടാൾക്കും, ഓക്ക് കടുമാങ്ങ ഇട്ട് കൊടുത്തപ്പം ഓളൊരു സന്തോഷം, ഓന് മറ്റേതും വെച്ച് കൊടുത്തപ്പം അവനും സന്തോഷം. അപ്പം ഞാൻ തല പൊങ്ങാഞ്ഞിട്ടോ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നത്. തല പൊങ്ങാണ്ട് നിൽക്കുക ഞാൻ വിചാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ചിലർ സ്വയം ന്യായീകരിക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ സഹിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പോയത്. വേറൊരുത്തൻ്റെ നെഞ്ചത്തുള്ള ചൂട് പറ്റാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർക്കാതിരിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീകളുണ്ടല്ലോ, വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ അത്, പാവം. അപ്പോൾ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ അടുത്ത കാലത്ത് 1 വർഷവും കൂടി ആയില്ല, ഒരു ഡ്രൈവറുടെ കൂടെ ഒരു സ്ത്രീ ഒളിച്ചോടിയിട്ട്. അവൾക്ക് +2 പഠിക്കുന്നതും 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്ന കുട്ടിയുണ്ട്. എങ്ങനെയായിരിക്കും ഇവർ നിൽക്കുന്നത് മക്കളെ കാണാതെ? അവരും പിള്ളേരും വേറെയാട്ടോ, ഇവള് വേറെ. ഇവള് തലശ്ശേരി അങ്ങാണ്ട. ഇപ്പോൾ പോയാലൊരു മക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലുപരി ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മോളോട് ഉമ്മ ചോദിച്ചു, നീ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഇവളോ ഉറക്ക കരയെ, എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞു. കൊടുക്ക ഉമ്മ വിളിച്ചാൽ ഞാൻ ചീത്ത പറയുന്നു. ആദ്യം ഏട്ടത്തെയാണ് വിളിച്ചത്. അമ്മ നോളാടക്കുത്തിരുന്ന് കരയട്ടെ. അങ്ങനെ കിന്നാരത്തിന് തുള്ളി കൊടുക്കുന്നൊരു ഉമ്മയൊന്നുമല്ല കേട്ടോ. ഞാൻ വരൂല എന്ന് എന്നോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വാപ്പനോട് തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരിക. കാരണം കരയാന്ന് കേൾക്കുമ്പോൾ എനിക്കും വിഷമമുണ്ടാവും. ഞാൻ ഒച്ചട്ടോട്ടെ, പക്ഷേ 2 കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. എന്നിട്ട് എനിക്ക് വീടിൻ്റെ ലൊക്കേഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പയുടെ ഫോണിലേക്ക് അമ്മയുടെ ഫോണിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു വോയിസ്, ഉമ്മഞ്ഞ കൂട്ടാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അതുകൂടിയും കേട്ടപ്പോൾ ഞാനും മോനും ചിരിച്ചു പോയി. അങ്ങനെയാണ്. എന്നിട്ട് തല പൊങ്ങാണ്ട് നിൽക്കുമ്പോൾ അവരുടെയൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ ഏതായാലും ഞാൻ സാധിപ്പിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക,
ഈ മക്കളിട്ടേച്ച് പോകുന്ന സ്ത്രീകളുടെയൊക്കെ ഒരവസ്ഥ. ഈ പിള്ളേർ വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ. അപ്പോൾ ഏതായാലും തല പൊങ്ങുന്നില്ല ഗായ്സ്. ഏതായാലും സമാധാനമായി. ചോറും കറി അവിടെ ആക്കി വെച്ചിട്ട് ഇനി അവിടെ കിടന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് അവർ പട്ടിണിയാവില്ല. പിന്നെ ഇവിടെ മക്കൾ പട്ടിണിയാവുന്നൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഒന്നാമത് അരുണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്ന സ്പോട്ടിന് ഫുഡ് ഇവിടെ എത്തും. രണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ ഹോട്ടല്, കൂൾ ബാറ്, സൂപ്പർ മാർക്കറ്റ്, എന്തിന് ഡ്രസ്സിൻ്റെ ഷോപ്പ് വരെ ഉണ്ട്. അപ്പോൾ മോനെന്നെ ഒറ്റയ്ക്ക് പോകാനായതുകൊണ്ട് മോനെന്നെ അങ്ങ് പോയിക്കോളും. അപ്പം അതുകൊണ്ട് അവർക്ക് പേടിയില്ല. എനിക്കും പേടിയില്ല കേട്ടോ. പക്ഷെ എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ബസ്സിന് യാത്ര ചെയ്തത് പറ്റിയില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ ലാഭിക്കാൻ നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും വരാറുണ്ട്. അങ്ങനെയാണ്. പനിക്കുമോയെന്ന് എനിക്കറിയില്ല. ഇന്ന് തലേന്ന് നനച്ച് കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. പിള്ളേരുടെ ആഗ്രഹങ്ങളൊക്കെ കേട്ടപ്പം ഒന്ന് നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. ഇനി ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടേ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ആ സുഖങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. നമ്മുടെ മരണം വരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ഓർത്തിരിക്കുക. ടാറ്റാ.